പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സാബത്ത് ദിനം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ശരിക്കും കൂട്ടായ്മയുടെ ഒരു അഭിഷേകത്തെക്കുറിച്ചാണ്. പ്രിയ സഹോദരങ്ങളെ, പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ്, ഇവർ മൂന്ന് വ്യക്തികൾ ഏകദൈവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദമ്പതികളുടെ ജീവിതത്തിൽ, കുടുംബത്തിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞു ഉദാർത്ഥ മാതൃക എന്നുള്ളത് ഈ ഒരു കൂട്ടായ്മയുടെ മാതൃകയാണ്. ഞങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം കൂട്ടായ്മയുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടായ്മയ്ക്ക് തുരങ്കം വയ്ക്കുന്ന ഒരു മേഖലയാണ് വെറുപ്പ്. അതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അതായത് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും എന്നാലത് ചെയ്ത് ശരിയായില്ല, എന്നാലും അത് ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ പറഞ്ഞ് ചില വ്യക്തികളോട്, അത് ചിലപ്പോൾ അധികാരികളോടായിരിക്കാം, പങ്കാളിയോടായിരിക്കാം, മാതാപിതാക്കളോടായിരിക്കാം, പ്രിയപ്പെട്ടവരോട്, പ്രിയ സഹോദരങ്ങളെ, കൂട്ടായ്മയെ ശരിക്കും നശിപ്പിക്കുന്ന ഒരു പാപമാണ് ശരിക്കും ഈ വിദ്വേഷം, വെറുപ്പ്. നമ്മുടെ ഇന്ന് ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ത്രിത്വിക ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്: ദൈവമേ, ഞങ്ങൾക്ക് ചില വ്യക്തികളോട് ഭയങ്കര ദേഷ്യമുണ്ട്, അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു വെറുപ്പിൻ്റെ ഒരു സ്പിരിറ്റ് ഞങ്ങളെ പൊസസ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കർത്താവേ, പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങൾക്ക് ശരിക്കും വെറുപ്പുള്ളവരോട് ശരിക്കും ഹൃദയം തുറന്ന് ക്ഷമിക്കാനായിട്ടുള്ള ഒരു കൃപ തരണമേ. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.